എല്ലാം ആഘോഷമാക്കുന്ന കാലഘട്ടമാണ്. എന്തിനൊക്കെ ആഘോഷമാണ്? കല്യാണം ആഘോഷമാണ്, സുന്നത്ത് കല്യാണം ആഘോഷമാണ്, കാതുകുത്ത് ആഘോഷമാണ്. ആഘോഷമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ ചടങ്ങിലും കേക്ക് മുറിക്കൽ മുഅക്കദായ സുന്നത്താക്കി മാറ്റിയിട്ടുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. എല്ലാത്തിനും ഫോട്ടോ എടുക്കണം, എല്ലാത്തിനും റീൽ ഉണ്ടാക്കണം, എല്ലാത്തിനും ആളുകളെ കാണിക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ പരിസരത്ത് നിന്ന് പോയി ഏതെങ്കിലും പ്രിയപ്പെട്ട ആ കുടുംബത്തിലെ ഉപ്പമാരോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഉപ്പമാരോ ഉസ്താദുമാരോ മറ്റുള്ള ആളുകളോ ഇത് തെറ്റാണ് എന്ന് പറയുമ്പോ അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾ എല്ലാവരും പുതിയ കാലത്തെ കുട്ടികളാണ്, മൈ ബോഡി മൈ സോൾ മൈ ഡിസിഷൻ മൈ റൈറ്റ്സ്, എന്റെ ചിന്തകൾ, എന്റെ ശരി, എന്റെ തോന്നിവാസങ്ങൾ, ദ ഹോണറബിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് മീ ഫ്രീഡം, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്ന ആപ്തവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാപ്പാനെ സ്നേഹിക്കാതെ, പിതാവിനെ സ്നേഹിക്കാതെ, മാതാവിനെ സ്നേഹിക്കാതെ, അപ്പുറത്തെ അയൽക്കാരെ സ്നേഹിക്കാതെ എല്ലാ തോന്നിവാസങ്ങളും കടന്നു വരുന്ന കാലത്ത് എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് നാളെ മഹ്ശറ ലോകത്ത് നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിന്ന് നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മക്കൾ ഉണ്ടാകണോ എങ്കിൽ മുതഅല്ലിങ്ങൾ നിർബന്ധമായിട്ടുണ്ടാവണം. ഒരു നാട്ടിനകത്ത് മുതഅല്ലിം ഉണ്ടായാൽ ആ നാട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒരാൾ ദീനും അതേപോലെ തന്നെ സമന്വയ വിദ്യാഭ്യാസം പഠിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഉസ്താദുമാർ സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഫെബ്രുവരി മാസമാണ്. അടുത്ത മാസം മാർച്ച് ഏപ്രിലാണ് നമ്മുടെ നാട്ടിനകത്തെ SLCയുടെയും അതേപോലെ തന്നെ PUCയുടെ ഒക്കെ പരീക്ഷ നടക്കാൻ പോകുന്ന കാലമാണ്. ആ പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകണം, അവരെവിടെ പോയി പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SNEC എന്ന പേരിൽ വലിയ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്ട്രീമുകളിലായി പഠനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജാമിയ ദാറുസ്സലാം 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും 5ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പഠനം നടത്താനുള്ള സൗകര്യങ്ങൾ ജാമിയ ദാറുസ്സലാമിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വരാം, 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വരാം, അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വരാം. ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ഹാഫിളുകളായ വിദ്യാർത്ഥികൾക്കും ദാറുസ്സലാമിലേക്ക് വരാം. വിവിധങ്ങളായ സെക്ഷനുകൾ വെച്ചുകൊണ്ട് അവർക്ക് മത സമന്വയ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനം ദാറുസ്സലാമിനകത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പാനോടും ഉമ്മാനോടും എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് പോകണം? എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇസ്ലാം പഠിക്കണം? എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ദീന് പഠിക്കണം? എന്തുകൊണ്ട് വർത്തമാന കാലത്ത് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ക്യാമ്പസിനകത്തേക്കും കോളേജിനകത്തേക്കും കുട്ടികൾ പോയി പഠിക്കുന്നതിന് പകരം അവർക്ക് അർഹതമായിട്ടുള്ള രൂപത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ദീനുൽ ഇസ്ലാമിന്റെ കൂടെ ഭൗതിക വിദ്യാഭ്യാസം അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ഡോക്ടറോ എഞ്ചിനീയറോ അതിനപ്പുറമോ പഠിക്കാൻ പോകുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് പഠിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സാഹചര്യം ഒരുക്കുമ്പോൾ നമ്മുടെ മക്കൾ അവിടെ പോയി പഠിക്കണമെന്ന് സമസ്ത ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കും. ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മരണപ്പെട്ട് നമ്മുടെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിൽ നിങ്ങളെ കബറിൽ വെച്ച് അവിടെ താളുകളൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ മക്കൾ ഉണ്ടാവണം, അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന ബോധ്യമുണ്ടാക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങളുടെ മക്കളോട് മതസമന്വയ വിദ്യാഭ്യാസം പഠിക്കണമെന്ന് പറയുന്നത്. എന്താ ക്യാമ്പസിനകത്ത് നടക്കുന്നത്? കുട്ടികളെല്ലാവരും അങ്ങോട്ട് പോയി അവിടെ കയറി ചെല്ലുമ്പോ ലിബറലിസം കടന്നു വരികയാണ്. ആദ്യത്തെ ചർച്ച അള്ളാഹുവില്ല, രണ്ടാമത്തെ ചർച്ച നബിയില്ല, മൂന്നാമത്തെ ചർച്ച മതമില്ല, നാലാമത്തെ ചർച്ച നീ തട്ടമിടേണ്ട ആവശ്യമില്ല, നീ പള്ളിയിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ ഭൗതിക ലോകത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ പരിസരത്ത് നിന്ന് പോയി എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് ക്യാമ്പസിന്റെ ജീവിതം ആസ്വദിക്കുന്ന
വളർന്ന മക്കളായി അത് ഫോട്ടോ എടുത്ത് റീലുകൾ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ആഘോഷമുണ്ടാക്കുന്ന ഒരു തലമുറയായി മാറാൻ പാടില്ല എന്നാണ് ഈ സമുദായത്തോട് നമുക്ക് പറയാനുള്ളത്. നമ്മളും തെറ്റുകാരാണ്. എല്ലാം ആഘോഷമാക്കുന്ന കാലഘട്ടമാണ്. എന്തിനൊക്കെ ആഘോഷമാണ്? കല്യാണം ആഘോഷമാണ്, സുന്നത്ത് കല്യാണം ആഘോഷമാണ്, കാതുകുത്ത് ആഘോഷമാണ്. ആഘോഷമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ ചടങ്ങിലും കേക്ക് മുറിക്കൽ മുഅക്കദായ സുന്നത്താക്കി മാറ്റിയിട്ടുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. എല്ലാത്തിനും ഫോട്ടോ എടുക്കണം, എല്ലാത്തിനും റീൽ ഉണ്ടാക്കണം, എല്ലാത്തിനും ആളുകളെ കാണിക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ പരിസരത്ത് നിന്ന് പോയി ഏതെങ്കിലും പ്രിയപ്പെട്ട ആ കുടുംബത്തിലെ ഉപ്പമാരോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഉപ്പമാരോ ഉസ്താദുമാരോ മറ്റുള്ള ആളുകളോ ഇത് തെറ്റാണ് എന്ന് പറയുമ്പോ അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾ എല്ലാവരും പുതിയ കാലത്തെ കുട്ടികളാണ്, മൈ ബോഡി മൈ സോൾ മൈ ഡിസിഷൻ മൈ റൈറ്റ്സ്, എന്റെ ചിന്തകൾ, എന്റെ ശരീരം, എന്റെ തോന്നിവാസങ്ങൾ, ദ ഹോണറബിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് മീ ഫ്രീഡം, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്ന ആപ്തവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാപ്പാനെ സ്നേഹിക്കാതെ, പിതാവിനെ സ്നേഹിക്കാതെ, മാതാവിനെ സ്നേഹിക്കാതെ, അപ്പുറത്തെ അയൽക്കാരെ സ്നേഹിക്കാതെ എല്ലാ തോന്നിവാസങ്ങളും കടന്നു വരുന്ന കാലത്ത് എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് നാളെ മഹ്ശറ ലോകത്ത് നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിന്ന് നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മക്കൾ ഉണ്ടാകണോ എങ്കിൽ അവരെ സാമാന്യ വിദ്യാഭ്യാസത്തിലേക്ക് പഠിക്കാൻ പറഞ്ഞേക്കണം. ನಾನು ಕಡ್ಲೆಕಾಯಿ ಮಾರೋದು ನನ್ನ ಬುದ್ಧಿಯನ್ನಲ್ಲ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കള്ളിന്റെ ലോകമാണ്, കഞ്ചാവിന്റെ ലോകമാണ്. ഇവരുടെ ആളുകൾ ആരാണ്? ഇവരോടൊക്കെ ചോദിച്ചാൽ മതി. ഇവരുടെ ആളുകൾ വലിയ വലിയ ആളുകളാണ്. സോഷ്യൽ മീഡിയക്കകത്ത് ഭക്ഷണമെടുത്ത് തന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് ഇടുന്ന തൊപ്പിയാണ് ഈ കുട്ടിയുടെ ആരാധകർ. തൊപ്പിയാണ് അവരുടെ വലിയ ആൾ. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് കുടിക്കണമെന്ന് പറയുന്ന ടാപ്സി എന്ന് പറയുന്ന പാട്ടുകാരനാണ് ഈ കുട്ടികളുടെ ആരാധകർ. അവരാണ് ഇവർക്ക് നേർവഴി കാണിക്കുന്ന ആളുകൾ, അവരാണ് ഇവർക്ക് വേണ്ടി സംസാരം ഉണ്ടാക്കുന്ന ആളുകൾ. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തിന്റെ തിരുമുറ്റത്ത് 10,000-കണക്കിന് മദ്രസകളും 1000-ലേറെ കോളേജുകളും തുറന്നു വെച്ചിട്ടുള്ളത്. അതിൽ പഠിപ്പിക്കുന്നവർ ഉസ്താദുമാരാണ്. ബഹുമാനപ്പെട്ട ഉമറാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാണ് ഉസ്താദുമാർ? അത് പറയാതെ പോയാൽ എന്റെ പ്രസംഗം പൂർണ്ണമാവില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആരാണ് ഉസ്താദുമാർ? എന്തേ ഉസ്താദുമാർക്ക് കോഴിക്കച്ചവടം നടത്തിക്കൂടെ? ഉസ്താദ് കോഴിക്കച്ചവടം നടത്തിയാൽ എല്ലാവരും വാങ്ങാൻ പോകും. കാരണം എന്താ? അയാൾക്ക് നന്നായിട്ട് അറക്കാൻ അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? ഉസ്താദിന്റെ ഹോട്ടൽ നടത്തിക്കൂടെ? ഉസ്താദിന്റെ ഫാസ്റ്റ് ഫുഡ് നടത്തിക്കൂടെ? അയാൾക്കെന്താ ജ്വല്ലറി കച്ചവടം നടത്തിക്കൂടെ? അയാൾക്കെന്താ പോത്ത് കച്ചവടം നടത്തിക്കൂടെ? ഉസ്താദുമാർക്ക് എല്ലാം ചെയ്യാൻ പറ്റും, അവർക്ക് എല്ലാ കഴിവുമുണ്ട്. എന്നിട്ടും ആ ഉസ്താദുമാർ ഈ സംവിധാനത്തിൽ നിൽക്കുന്നത് എന്തിനാണ്? ഒരു ഗവൺമെന്റ് സ്കൂളിലെ ലോവർ പ്രൈമറി അധ്യാപകന് കിട്ടുന്ന ശമ്പളം പോലും ഉസ്താദുമാർക്ക് കിട്ടുന്നില്ല. ചെറിയ ശമ്പളം പോലും കിട്ടുന്നില്ല. എന്നിട്ടും ആ ചെറിയ തുച്ഛമായ ശമ്പളം വാങ്ങിയിട്ട് അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഈ നാട്ടിനകത്തെ 10,000-കണക്കിന് മദ്രസകളിലും പള്ളികളിലും ഉസ്താദുമാർ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദീൻ പഠിപ്പിക്കാൻ ഞങ്ങൾ വേണം. ഞങ്ങളില്ലെങ്കിൽ വേറെ ഒരാളില്ല. ഞങ്ങളല്ലാതെ പിന്നെ ആരാണ് പഠിപ്പിക്കുക എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ബഹുമാന്യരായിട്ടുള്ള ഉസ്താദുമാർ കഴിഞ്ഞ 100 വർഷക്കാലമായി ഈ മഹത്തായ മണ്ണ്, ഈ മഹത്തായ ഭാരതത്തിന്റെ തെരുവോരങ്ങളിൽ നെരിയാണിക്ക് മുകളിൽ മുണ്ടുടുത്ത് ബാലൻ തലേക്കെട്ട് കെട്ടി കയ്യിൽ തസ്ബീഹിന്റെ മാലയുമായി ഇസ്ലാമിന്റെ ദഅവത്തുമായി നടന്നുപോയവർ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അവർ പോയി കിടന്നുറങ്ങിയ സ്ഥലങ്ങൾ പള്ളിയുടെ ഹൗലിന്റെ സൈഡായിരുന്നു, പള്ളിയുടെ തിണ്ണകളായിരുന്നു. അവരാരും വലിയ ആഡംബരങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല. അവരെല്ലാവരും അല്ലാഹുവിൽ തവക്കുലാക്കി. ഞങ്ങൾ ഈ ചെറിയ ശമ്പളത്തിന് ഈ ദീനിനെ പഠിപ്പിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് റബ്ബേ, ഞങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണേ എന്ന തവക്കുൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ 100 വർഷമായി, ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, ഭാരതത്തിന്റെ തെരുവോരങ്ങളിൽ, കർണാടകയുടെ തെരുവോരങ്ങളിൽ പന്ത്യരായിട്ടുള്ള നമ്മുടെ ഉസ്താദുമാർ ദീനീ ദഅവത്ത് നടത്തിയിട്ടുള്ളത്. അവരെ കൂടെ നിൽക്കാൻ ഉമറാക്കൾക്ക് കഴിയണം. ഉമറാക്കൾക്ക് ബാധ്യതയുണ്ട്, ഉമറാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു നാട്ടിനകത്ത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് ആലിമീങ്ങളും ഉമറാക്കളും. ആലിമീങ്ങൾ മതം പറയും, അവർ ദീന് പഠിപ്പിക്കും, അവർ ആത്മീയത പഠിപ്പിക്കും. ഉമറാക്കളുടെ ജോലി എന്താ? അവർ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവർക്കതിനുള്ള സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹിച്ചു തന്ന സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണം. നിങ്ങൾ കൊടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു മകൻ പഠിച്ച് അവൻ വലിയ ആളായി നാളെ ഇങ്ങനെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോ എനിക്ക് ഭക്ഷണം തന്നവർക്ക്, എനിക്ക് വസ്ത്രം തന്നവർക്ക്,
വന്നവർക്ക്, എനിക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കിയവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമ്പോൾ ആ സദസ്സിൽ ഇരുന്നിട്ട് നമുക്ക് ആനന്ദിക്കാൻ കഴിയാം. പടച്ച റബ്ബേ, ഞാൻ കൊടുത്ത പൈസ, ഞാൻ കൊടുത്ത സംഭാവന, ഞാൻ കൊടുത്ത ഒരു സെന്റ് സ്ഥലം, ഞാൻ കൊടുത്ത ഒരു ഗ്രാം സ്വർണ്ണ നാണയം അത് വെറുതെ ആയി പോയിട്ടില്ലല്ലോ. അതാ പുന്നാര മകൻ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് നെഞ്ചകത്ത് നോക്കി പറയാൻ പ്രിയപ്പെട്ട ഉപ്പമാരെ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട ഉമറാക്കളെ നമുക്ക് കഴിയണം. അവിടെയാണ് നന്മയുണ്ടാകേണ്ടത്, അവിടെയാണ് സ്നേഹമുണ്ടാകേണ്ടത്, അവിടെയാണ് സൗഹാർദ്ദം ഉണ്ടാകേണ്ടത്, അവിടെയാണ് മതകീയ ബോധം ഉണ്ടാകേണ്ടത്, അവിടെയാണ് സാന്ത്വനം ഉണ്ടാകേണ്ടത്. അല്ലാതെ തോന്നിവാസങ്ങൾ പറഞ്ഞ് ആളുകളെ പരസ്പരം തമ്മിലടിച്ച് വർഗീയതയുടെ ചിന്തകൾ ഉണ്ടാക്കി ആളുകളോട് പോരാട്ടം നടത്താൻ ഇസ്രായേലിലേക്കും സിറിയയിലേക്കും ഐസിസിലേക്കും ചെറുപ്പക്കാർ പോകുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ പരിസരത്ത് പോകരുത്, നമ്മുടെ മക്കൾ ദീനിന്റെ പരിസരത്ത് പോകരുത്. അവരെ ദീന് പഠിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവണം. ദീന് പഠിക്കട്ടെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ അവസാനിപ്പിക്കാൻ ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ആലോചിച്ചോന്നറിയില്ല, ആണിനെ കല്യാണം കഴിക്കുന്ന കാലമാണ്. ആണിനെ കല്യാണം കഴിക്കുകയാണ്, പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. എന്നിട്ട് പറയാണ് എൻ്റെ വാപ്പ ഉമ്മ പൊട്ടന്മാരാണ്, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പെൺമക്കളുമായി സൗഹൃദമുണ്ടാക്കിയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് ഒന്നിൽ കൂടുതൽ ദിവസം ചങ്ങാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട് പോരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മോളെ നീ നിൽക്കണ്ട എന്ന് പറയണം. നാളെ ആ പെണ്ണ് നിങ്ങളെ മോളെ മംഗലം കഴിക്കും. അപ്പൊ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പിന്നീട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പൊ ആലോചിക്കണം. അതേപോലെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. ചില ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഇഷ്ടം കൂടുമ്പോ മൊബൈൽ ഫോൺ കൊടുക്കും. ആ കൊടുക്കുന്ന ഫോൺ ഐഫോൺ ആണ്, ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ല, അതിന്റെ ഓപ്പറേറ്റർ മോളാൻ. ഉമ്മാക്ക് ഇതൊന്നും അറിയില്ല, ഉപയോഗിക്കുന്നത് മകളാൻ. എന്റെ ഉമ്മ പറയും എൻ്റെ മോള് ഭയങ്കര ഉഷാറാണ്, പക്ഷേ എൻ്റെ മോള് രാത്രി 10 മണിയായി കഴിഞ്ഞാൽ വാതിലടച്ച് വീട്ടിന്റെ ഉള്ളിലാണ്, എൻ്റെ ആണ് മോന് പുറത്താണ്, ഓൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞിട്ടാണ് വരല്. ഉമ്മ ഓള് വാതിലടച്ചിട്ട് അകത്തിരിക്കുമ്പോ എന്തിനാണ് ഇരിക്കുന്നത് നോക്കണം. നിങ്ങളുടെ മകളുടെ ഫോണിന്റെ പാസ്വേഡ് നിങ്ങൾക്കറിയണം. അവൾ ആരോടാണ് സംസാരിക്കുന്നത് നോക്കണം. 14, 15, 16 വയസ്സായ പെൺകുട്ടികൾ പാതിരാത്രിയിൽ എവിടെയോ കണ്ടുമുട്ടിയ ചെറുപ്പക്കാരനോടൊപ്പം മണിക്കൂറുകളോളം സംസാരിച്ചിട്ട് 18 വയസ്സ് പൂർത്തിയാകുമ്പോ ഞാൻ അവന്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി കോടതിയിൽ പോയി. കോടതി ചോദിക്കും, നീ ആരുടെ കൂടെയാണ് പോകുന്നത് പറയുമ്പോ ഞാൻ എൻ്റെ വാപ്പാന്റെ ഉമ്മാന്റെ കൂടെ പോകുന്നില്ല, ഞാൻ ഇവന്റെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോ വേദനയോടുകൂടി നിങ്ങൾ അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, കാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ മക്കളെ കൂടെ നിർത്തണേ, അവരുടെ കൂടെ നിൽക്കാൻ, അവരെ കൂടെ വളർത്താൻ, ദീനിന്റെ പരിസരത്ത് വളർത്താൻ. ഇശാ മഗ്‌രിബായി കഴിഞ്ഞാൽ വീട്ടിലെ TV ഓഫ് ആക്കാൻ, അവിടെ യാസീൻ ഓതാൻ, അവിടെ സിക്ർ ചൊല്ലാൻ സാഹചര്യമൊരുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. വലിയ അപകടമാണ് വരാൻ പോകുന്നത്. എന്തു തോന്നിവാസങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. ഉസ്താദുമാരുടെ പച്ചയിറച്ച് തിന്നുന്ന ഒരു കാലഘട്ടം, സമസ്തയുടെ പണ്ഡിതന്മാരെ തെരുവിൽ വലിച്ചടക്കപ്പെടുന്ന കാലഘട്ടം. ഇന്നലെ ഒരു പണ്ഡിതൻ ഒരു പെണ്ണുങ്ങൾ എവിടെയോ പോയിട്ട് കുറച്ച് മഞ്ഞുമലയിൽ വലിയ ആഘോഷമുണ്ടാക്കിയപ്പോ അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആളുകൾ ഇങ്ങനെ കളിയാക്കാൻ. ഈ മൊല്യാമാർക്ക് എന്തറിയാം? ഈ മൊല്യാമാർക്ക് വല്ലതും അറിയുമോ? ഇതേപോലെ തലക്കെട്ട് കെട്ടിയ മൊല്യാരാണ് റോമിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പള്ളിയിൽ അച്ഛന്മാരോട് പഴയ നിയമത്തിലെ ബൈബിൾ സുറിയാനി ഭാഷയിൽ പഠിപ്പിച്ചു കൊടുത്തത്. ആ മഹാന്റെ പേരായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ആ ശൈഖുനാ ശംസുൽ ഉലമയുടെ താടി രോമത്തിലോളം വെക്കാൻ പറ്റിയ ഒരു മഖ്ലൂക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഉസ്താദുമാരെ കളിയാക്കാണോ? നിങ്ങൾ ആരെയാണ്? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിന് കമന്റ് ഇടണ്ട, അതിന് മറുപടി കൊടുക്കണ്ട, ആ ചർച്ചയിൽ പങ്കെടുക്കണ്ട. നിങ്ങൾ ലാസ്റ്റ് കുറ്റക്കാരാകും. അതുണ്ടാകരുത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഉസ്താദിന്റെ പ്രായമൊക്കെ വലിയ രൂപത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസങ്ങളും എഴുന്നേൽക്കുന്നത് എന്റെ ദാറുസ്സലാം എന്ന് പറഞ്ഞിട്ടാണ്. ചെറിയ ദാറുസ്സലാം അല്ല. ഒരു മാസം 60 ലക്ഷം രൂപ ചെലവുള്ള സ്ഥാപനമാണ് ദാറുസ്സലാം. എത്രയാണ് 60 ലക്ഷം? നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. ഒരു വർഷത്തിലെ ചെലവ് എത്ര കോടിയാണ്? ഒരു വർഷത്തിൽ എത്ര കോടിയാണ്? 7 കോടിക്കടുത്ത് ചെലവുണ്ടാക്കുന്ന സ്ഥാപനമാണ്. 1200 വിദ്യാർത്ഥികൾ ഓൺ ക്യാമ്പസിനകത്ത്, 200-നടുത്ത് സ്റ്റാഫുകൾ, വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു മനുഷ്യൻ ഓടി നടക്കുന്നില്ലേ? എന്തേ വീട്ടിലിരുന്നാൽ? വെറുതെ റെസ്റ്റ് എടുക്കാൻ. ഇന്നൊരു ഞായറാഴ്ചയല്ലേ? ഈ 200 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മംഗള നഗറിലേക്ക് എന്തിനു വരണം? ഞാൻ പോലും ചോദിച്ചതാണ്, ഉസ്താദെ ഇത്ര കഷ്ടപ്പെട്ട് പോകണോ? പക്ഷെ പോകണം. എന്നെ അവർ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്റെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥാപനത്തിനൊരു ഗുണം കിട്ടുന്നുവെങ്കിൽ അത് ഞാനായിട്ട് തടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടന്നു വന്ന ബഹുമാന്യരായിട്ടുള്ള ഉസ്താദ് അവർകൾ
അങ്ങനെയുള്ള ഉസ്താദുമാരല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഓടി നടന്നത്? അവരല്ലേ ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത്? ഇപ്പൊ ആരാണ് ഇവരൊക്കെ കൊലയാക്കുന്നത്, ഇവരൊക്കെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പയോടും ഉമ്മയോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ദീൻ പഠിക്കാൻ അയക്കണം. നിങ്ങളുടെ മക്കളെ ദീൻ പഠിക്കാൻ അയക്കണം. നിങ്ങളുടെ നാട്ടിന്റെ തൊട്ടപ്പുറത്താണ് കർണാടകയുടെ മംഗളൂർ. മംഗളൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ഹബ്ബുകളിൽ ഒന്നാണ്. 10,000-കണക്കിന് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന ചില തോന്നിവാസങ്ങൾ, പരിധി വിട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ധാർമ്മിക ബോധമില്ലാതെ കടന്നു പോകുന്ന ചില കാര്യങ്ങളെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം. അതൊക്കെ തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. അപ്പൊ എന്താ സന്തോഷം? ഒരു നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. ആ പ്രശ്നം ഉണ്ടാകുമ്പോ രക്ഷിതാക്കൾക്ക് പറയാൻ കഴിയണം, എന്റെ മോൻ അതിലില്ല. കാരണം എന്റെ മോൻ പഠിക്കുന്നത് മംഗൾ നഗറിലെ ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിലാണ്. അവിടെ ഉസ്താദിന്റെ അടുത്തുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ഓൻ ദാറുസ്സലാമിലാണ്, ഓൻ ജാമിയാനൂരയിലാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിൽ എന്റെ മകനില്ല. നിങ്ങൾക്ക് സന്തോഷമായിട്ട് കടന്നുറങ്ങിക്കൂടെ? ഈ സുഖമല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ചില ഉമ്മമാരൊക്കെ ഒരു പുതിയ ഐഡിയ കൊണ്ടുവരാറുണ്ട്. പെൺകുട്ടികളോ ആൺകുട്ടികളോ സ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് പാസ്സായ പിന്നെ മദ്രസയിലേക്ക് ആക്കൂല. ചോദിച്ചാൽ പറയും ഹി വാണ്ട്സ് ടു സ്റ്റഡി ഇംഗ്ലീഷ് ലാംഗ്വേജ്. പിന്നെ മദ്രസയിലേക്ക് പോയിട്ട് എങ്ങനെയാണ്? മദ്രസയിലേക്ക് അച്ഛാ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂലല്ലോ. മദ്രസയിലേക്ക് ആക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? സ്കൂളിൽ കുറെ പഠിക്കാനുണ്ട് ഉസ്താദേ. എന്റെ ഉമ്മമാരെ, സ്കൂളിൽ പഠിച്ചാലും മദ്രസയിലേക്ക് അവർ പോയാൽ ഒരു ബർക്കത്ത് ഉണ്ടാവും. കാരണം എന്താ? സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന ചെക്കൻ മദ്രസയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓന്റെ ഉള്ളിലൊരു പേടിയുണ്ട്, എനിക്ക് മുകളിൽ ഒരു ഉസ്താദുണ്ട്. അല്ലെങ്കിൽ ഓനെന്ത് പേടിയാണ്? ആരെങ്കിലും ചോദിക്കാനുണ്ട? ഉപ്പ ചോദിക്കാനുണ്ട? ഉമ്മ ചോദിക്കാനുണ്ട? ഉമ്മ പറയും ഈസ് എ മോഡേൺ ഗായ്, ഹി വാണ്ട്സ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. നമ്മൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ തലേക്കെട്ട് കെട്ടിയ മുസ്ലിംമാര് സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ മറ്റുള്ള ആളുകൾക്ക് കഴിയുമോ? ജാമിയ ദാറുസ്സലാമിന്റെ തനാഫുസിന്റെ മത്സരം കഴിഞ്ഞല്ലോ, യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ആ യൂട്യൂബിൽ തലയെക്കെട്ട് കെട്ടിയ തൊപ്പിവെച്ച ഉസ്താദുമാരായ കുട്ടികൾ, ഹാഫിളുകളായ കുട്ടികൾ ഇംഗ്ലീഷിന്റെ പ്രസംഗം നടത്തുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എപ്പോൾ നിങ്ങൾക്ക് തോന്നും എത്ര മനോഹരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ? കുറെ ഡോക്ടർമാരുണ്ടായി, കുറെ IAS-കാരുണ്ടായി, കുറെ എഞ്ചിനീയർമാരുണ്ടായി, എത്ര ആളുകളുണ്ടായി. എന്നിട്ട് കുറെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞു ഇവിടെ അല്ലാഹ് ഇല്ല, ഇവിടെ നിരീശ്വരവാദം മതി, മതമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ച നടന്നപ്പോ മറുപടി പറയാൻ ആരാ പോയത്? ഈ പറഞ്ഞ ഡോക്ടർമാര് പോയോ? എഞ്ചിനീയർമാര് പോയോ? ആരും പോയില്ല. പോയത് ബഹുമാനപ്പെട്ട ശുഐബുൽ ലൈതമി എന്ന ജാമിയ ദാറുസ്സലാമിന്റെ AV അബ്ദുറഹ്മാൻ ഉസ്താദ് അവരുടെ പുന്നാര ശിഷ്യനായിട്ടുള്ള മഹായുവ പണ്ഡിതനാണ്. തിയോളജിയിൽ തിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന PhD വിദ്യാർത്ഥി. മണിക്കൂറുകളോളം ഇവരുടെ ചോദ്യങ്ങൾക്ക് ഒരു അണുവിട തെറ്റാതെ ഉത്തരം നൽകിയിട്ട് അവസാനം ഓരൊക്കെ പറഞ്ഞു നമുക്ക് ചില നിബന്ധനകളോടെ മതം ആകാം. ಅರೆ ಬೇಗ ಹಾಲ್ ತನ್ನಿ. ಕೈಗಳು ಮರಗಟ್ಟಿವೆ, ಏನು ಫೀಲೇ ಆಗ್ತಾ ಇಲ್ಲ. ಮಗುವಿಗಾಗಿ ಇದನ್ನು ಮಾಡಕ್ಕಾಗಲ್ಲ. ಕೈಕಾಲುಗಳು ಮರಗಟ್ಟೋದು, ಇರುವೆ ಬಂದಂತಾಗೋದು ಬಿ ವಿಟಮಿನ್ ಕೊರತೆಯ ಲಕ್ಷಣ. ನ್ಯೂರೋಬಿಯಾನ್ನ ಮಾತ್ರೆಯಿಂದ ಈ ಕೊರತೆಯನ್ನು ನಿವಾರಿಸಿ ಮತ್ತು ಜೀವನವನ್ನು ಜೀವಿಸಿ. ന്യൂറോബിയോൺ ഫോർട്ട്. തോറ്റു തുന്നമ്പാടി എല്ലാം സ്ഥലം വിട്ടു. അല്ലാഹു അക്ബർ. അപ്പൊ ശുഐബുൽ ലൈതമിയാ പോയത്, ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് പോയത്. അതുകൊണ്ട് ഇസ്ലാം കുട്ടികൾ പഠിക്കട്ടെ, മതം അവർ പഠിക്കട്ടെ, പറ്റുന്നത്രയും മദ്രസ പഠിക്കട്ടെ. എന്നിട്ട് +2 ഡിഗ്രിയോ സയൻസോ ഒക്കെ പഠിക്കട്ടെ ഉമ്മ. അല്ലാണ്ട് +2 കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ നിസ്കാരം വേണ്ട, മൗലൂദ് വേണ്ട, നോമ്പ് വേണ്ട എന്ന് പറയുന്ന മക്കളെ ഉണ്ടാക്കിയാൽ നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോ എനിക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, മതം അതിന്റെ അർത്ഥത്തിൽ കുട്ടികൾ പഠിക്കട്ടെ. മദ്രസയിലേക്ക് മക്കൾ പോകണം. ഇപ്പൊ SLC ഒക്കെ കഴിഞ്ഞാൽ അവര് രണ്ടും കൂടി പഠിക്കുന്ന മക്കളാവട്ടെ. ഇവിടെ കുറെ മുതഅല്ലിം സുഹൃത്തുക്കൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ മക്കളാണ്. അല്ലാഹു വലിയ പണ്ഡിതന്മാരാക്കി മാറ്റുമാറാവട്ടെ. അവരുടെ ഉസ്താദുമാരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കെട്ട കാലത്ത്, സോഷ്യൽ മീഡിയകളുടെ തോന്നിവാസം ഉണ്ടാകുന്ന കാലത്ത്, എല്ലാ ലൈംഗിക അരാജകത്വങ്ങളും ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, മനുഷ്യന്റെ കണ്ണുകൾക്ക് മുമ്പിൽ മലീമസമായ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത്, എല്ലാ തിന്മകളും അതിൻ്റെതായ അർത്ഥത്തിൽ ഉഗ്രരൂപം കൊണ്ടിരിക്കുന്ന കാലത്ത്, എല്ലാ മുള്ളു മുരട് കുറ്റി മൂർഖൻ പാമ്പടക്കമുള്ള ആളുകൾ ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന കാലത്ത് ഇത് അള്ളാഹുവിന്റെ മതമാണ്, ഇത് അള്ളാഹുവിന്റെ മതമാണ്. 1000 പ്രൗഢിയോടുകൂടി
എത്ര കർബലകൾ ഉണ്ടായാലും അതിനുശേഷമെല്ലാം ഹർ കർബലാക്കെ ബഅദ് ഇസ്ലാം സിന്ദു ഹോത്താ ഹൈ എന്ന് പറഞ്ഞതുപോലെ ഓരോ കർബലകൾക്ക് ശേഷം ഇസ്ലാം അതിന്റെ പ്രൗഢിയോട് കൂടി തലയുയർത്തി നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് ഉസ്താദുമാരെ ആദരിക്കുക, ഉസ്താദുമാരെ ബഹുമാനിക്കുക, ഇസ്ലാമിനെ ആദരിക്കുക, പള്ളിയെ ബഹുമാനിക്കുക, ഖുർആനിനെ ബഹുമാനിക്കുക, മദ്രസയെ ആദരിക്കുക, അവരെ സഹായിക്കുക, അവരെ കൂടെ നിൽക്കുക. പരസ്പരം നിങ്ങളും ആപ്പയും ഉമ്മയും മക്കളുമെല്ലാം സ്നേഹത്തോടെ കഴിയണം. മക്കളെ കെട്ടിപ്പിടിക്കണം, ഭാര്യയെ ചോർത്തു പിടിക്കണം, ഭർത്താവിനെ ചോർത്തു പിടിക്കണം. പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. മുझे इश्क है मेरी जान जिंदगानी तेरी पास मेरा दिल है ओ मेरी प्यार की निशानी. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എൻ്റെ ജീവന്റെ ജീവനേക്കാൾ എൻ്റെ ഹൃദയം പോലും നിങ്ങളുടെ കയ്യിലാണ്, അതാണ് എൻ്റെ സ്നേഹത്തിന്റെ അടയാളമെന്ന് കവി പാടിയ ആ സ്നേഹം ഭാര്യമാരോട് ഉണ്ടായിക്കൊള്ളട്ടെ. ഇടക്കിടക്ക് ഐ മിസ് യു, ഐ ലവ് യു എന്നൊക്കെ ഭാര്യമാർക്ക് മെസ്സേജ് അയക്കുക. അപ്പുറത്തെ പോലത്തെ പെണ്ണുങ്ങൾക്ക് മാത്രം അയച്ചാൽ പോരാ, സ്വന്തം ഭാര്യക്ക് ഇടക്കിടക്ക് അയക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇടക്കിടക്ക് ഭാര്യമാരും ഭർത്താവിനും അയക്കണം അല്ലേ? ഭർത്താവ് വരുമ്പോഴേക്ക് ഭാര്യമാർ മിണ്ടൂല. എന്താ മിണ്ടാത്തത്? ഞാൻ നിങ്ങളോട് അൽഫാം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇങ്ങ് കൊണ്ടുവന്നിട്ടാലോ അല്ലേ? ആഴ്ചയിൽ ഒരിക്കൽ ഷവർമ കഴിക്കൽ മോക്കതായ സുന്നത്താണ്, ഇല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ്. ഷവർമ കഴിക്കണം, പിന്നെയോ അൽഫാം കഴിക്കണം, ഷവായ കഴിക്കണം. ഇതിനുള്ള ഹോട്ടലുകൾ മുഴുവനും തേടിപ്പോവും. 35 വയസ്സാകുമ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാവരും ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ്. എന്നിട്ട് ആജിക്കാന്റെ കീസ ഇങ്ങനെ പൊന്തിട്ടുണ്ടാവും. എന്താ ആജിക്ക കീസ പൊന്തിട്ട്? അത് ഷുഗറിന്റെ ഗുളിയറാ, അത് പ്രഷറിന്റെ ഗുളിയറാ, അതില്ലാത്ത ഒരു സുഖമില്ല. എന്നിട്ട് കാതറാജിയോട്, അജി നീ പ്രഷറിന്റെ ഗുളിയ കുടിച്ചിനാ? ആ ഞാൻ കുടിച്ചിനി. ഭയങ്കര സന്തോഷമല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനാണ്? കണ്ടതല്ലേ ഭാര്യ തിന്നിട്ട് വെറുതെ ഇങ്ങനെ വയറും വീർപ്പിച്ചിട്ട് കുറെ കുളിയ മേങ്ങി തിന്നാ നിൽക്കുന്നത്. കുറച്ചൊക്കെ കണ്ടും കേട്ടും തിന്നാ മതി. കണ്ട ഹോട്ടലിലേക്കൊന്നും പോവാതിക്കണ്ട. എല്ലാ ഹോട്ടലും വൃത്തിയൊന്നുമില്ല, എല്ലാ ഹോട്ടലിലും തോന്നിവാസമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, പരസ്പരം എന്താണ് ഭക്ഷണത്തിലൊക്കെ ഒരു ക്രമീകരണമൊക്കെ വളർത്തി ആരോഗ്യമുള്ള മനുഷ്യരായി മാറണം. ആരോഗ്യമുണ്ടെങ്കിലേ നിസ്കരിക്കാൻ കഴിയുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മൾ പള്ളികളിലൊക്കെ പോയി നോക്കിയ എല്ലാ പള്ളിയിലും കസേരകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റൂളുകൾ എത്രയാണ് പള്ളിയിൽ? ആലോചിച്ച് നോക്കിയ സ്റ്റൂളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് പറ്റുന്നില്ല, അങ്ങനത്തെ തടിയാണ് അല്ലെ, കുണിയാൻ പോലും പറ്റുന്നില്ല. പല കോലത്തിലേക്ക് മനുഷ്യൻ മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളെ മക്കളെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. 100 രൂപയെങ്കിൽ 100 രൂപ, 1000 രൂപയെങ്കിൽ 1000 രൂപ, കഴിവുള്ളവർ അതനുസരിച്ച് കൊണ്ട് കൊടുക്കുക. അത് കൊടുത്താൽ നിങ്ങൾക്ക് കൂലി മാത്രമേ ഉണ്ടാവുള്ളൂ. കോരുന്ന കിണറ്റിന്ന് വെള്ളം പറ്റാൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ കിണറ്റിന്ന് വെള്ളം കോരണം, കോരിയെങ്കിലേ പിന്നെയും പുതിയ വെള്ളം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, പ്രിയപ്പെട്ട ഉമ്മമാരെ, കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുക്കുക അല്ലേ? എന്താണോ കൊണ്ടുവന്ന് അതൊക്കെ കൊടുത്ത് ദുആ ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി പിരിയ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനിന്റെ തഅത്തിലായി, ദീനുൽ ഇസ്ലാമിന്റെ അന്തസ്സിലായി നാളെ ആഖിറത്തിൽ വിജയിച്ചവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉത്തമ മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കർണാടകയുടെ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരും കാല ഇസ്ലാമിക ദഅവത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന മഹാപണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമായി ഈ ചരിത്രം അന്തിയുറങ്ങുന്ന മംഗള നഗരയിലെ ശംസുൽ ഉലമാ മെമ്മോറിയൽ ഇസ്ലാമിക് അക്കാദമി മാറട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊരു അത്ഭുതകരമായ വാക്കുകളാണ്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട എ വി ഉസ്താദിന്റെ പിന്നിലാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം പള്ളങ്കോട് സഞ്ചരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തൗഹീദ് കി അമാനത്ത് സിനോ മേ ഹമാരാ തം താനത കിസി സേ സൈലി റവാൻ ഹമാരാ. ഈമാൻ അതാണ് നമ്മുടെ സ്വത്ത് എങ്കിൽ ഒരു പ്രവാഹത്തിനും നമ്മളെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന് സത്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമുദായത്തിലെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ വാക്കുകളെ കൊണ്ട് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്ത ബഹുമാനപ്പെട്ടവർക്ക് നന്ദിയുണ്ട്. I'm at a loss for words to describe you. You leave me speechless and I struggle to find the right words to express my thoughts about you. You possess the power to choose, the courage to act and resilience to overcome any obstacle. Your voice matters, your story counts, and your presence makes a profound impact on the world. Don't wait for permission, don't wait for validation. Take action now and create the life you deserve. Thank you.